ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജോബ് സെർച്ചിന് ഹെൽപ്പ് ചെയ്യുന്ന ലിങ്ക്ഡിൻ്റെ ഒരു ഫീച്ചറാണ്. അപ്പോൾ പൊതുവെ ലിങ്ക്ഡിൻ ജോബ് സെർച്ചിന് ആൾക്കാർ യൂസ് ചെയ്യലുണ്ട്. അതിൽ തന്നെ ലിങ്ക്ഡിൻ്റെ ജോബ്സിന്റെ ഫീച്ചറാണ് യൂസ് ചെയ്യല്. പക്ഷേ ലിങ്ക്ഡിൻ്റെ ജോബ്സിൽ മാത്രമല്ലാണ്ട് ഇപ്പം ലിങ്ക്ഡിൻ്റെ ജോബ്സിൽ നമുക്ക് എങ്ങനെയല്ല യൂസ് ചെയ്യേണ്ടത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. ഇവിടെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കീവേഡ് അടിച്ച് എനിക്ക് ഇവിടുത്തെ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാം. ഡേറ്റ് പോസ്റ്റഡ് വെച്ചിട്ടും എക്സ്പീരിയൻസ് ലെവൽ ഇവിടെ കാണുന്ന കുറച്ച് ഫിൽറ്റേഴ്സ് വെച്ച് ഇതാക്കാം. അതേപോലെ ഓൾ ഫിൽറ്റേഴ്സ് അടിച്ച് കഴിഞ്ഞാൽ വേറെയും കുറേ ഫിൽറ്റേഴ്സ് നമുക്ക് കാണാം. പക്ഷെ ഇത് മാത്രമല്ലാണ്ട് നമുക്ക് വേറെ ചില ജോബ്സ് ഒക്കെ ഫീഡിലും കാണാം. അതായത് ആൾക്കാർ ജസ്റ്റ് റാൻഡം ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്, ഹയറിംഗ് ഫോർ സോ ആൻഡ് സോ റോൾ ഇൻ സോ ആൻഡ് സോ ലൊക്കേഷൻ അങ്ങനെ പറഞ്ഞിട്ട്. അപ്പൊ അത് നമ്മളിങ്ങനെ ഫീഡ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാമെന്നല്ലാണ്ട് അതും സെർച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് എല്ലാവർക്കും അറിയില്ല. അതെങ്ങനെ സെർച്ച് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്നിപ്പോൾ നോക്കുന്നത്. എനിക്കിപ്പം ജസ്റ്റ് റാൻഡം ആയിട്ട് ഞാനിവിടെ ബേസിക് ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബ്സ് ഇൻ റിയാദ് എന്നടിച്ചാൽ എനിക്ക് കുറേ സാധനങ്ങൾ വരാം. ഇതിപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ജോബ്സ് ആണ് വരുന്നത്. എനിക്കതല്ല, എനിക്ക് പോസ്റ്റ് ആണ് വേണ്ടത്. ഇനി ഇവിടെ ഫിൽട്ടർ പോസ്റ്റ് കൊടുക്കാം. അപ്പൊ ഇനിയിപ്പോൾ എനിക്ക് അങ്ങനത്തെ പോസ്റ്റ് ഒക്കെ കാണാം. പക്ഷെ ഇതെല്ലാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡയറക്ടറാണ്. ഡയറക്ടർ എന്ന് പറയുമ്പോൾ കുറച്ച് വലിയ പോസ്റ്റ് ഒക്കെ അല്ലേ. എനിക്ക് അതിനുള്ള ഇതില്ല. അപ്പോൾ എനിക്ക് ആ ഡയറക്ടർ എന്നുള്ള സാധനങ്ങൾ വേണ്ട, അങ്ങനെ പറയണം. പിന്നെ അതേപോലെ ഇങ്ങനെ ഇതിപ്പോ ബേസിക് ആയിട്ടുള്ള സെർച്ച് അതിൽ തന്നെ എനിക്കിത് വളരെ കുറച്ച് റീച്ച് ഒക്കെ ഉള്ള പോസ്റ്റുകളാണ്. ഇതിപ്പോ 8 ലൈക്സ് ഒക്കെ ഉള്ളത്. ഇതിലൊക്കെ എനിക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ആൾക്കാരുടെ കോമ്പറ്റീഷൻ കുറവായിരിക്കും, അതിനുള്ള റീച്ച് കുറവായുണ്ട്. അങ്ങനെയൊക്കെ ഇതാക്കാം. ഇങ്ങനെ ഓരോന്ന് നമുക്ക് കാണാം. എനിക്കിപ്പോൾ ഭയങ്കര സ്പെസിഫിക് ആയിട്ട് സെർച്ച് ചെയ്യണം വിചാരിക്കും, എന്നാൽ എനിക്ക് പറ്റൂല. അതിനു വേണ്ടിയാണ് ഈ ഒരു ബൂലിയൻ സെർച്ചിന്റെ ഫീച്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ബൂലിയൻ സെർച്ചിൽ രണ്ട് സാധനങ്ങളാണുള്ളത്: ഓപ്പറേറ്റേഴ്സ് ആൻഡ് സെർച്ച് മോഡിഫയേഴ്സ്. ഇത് രണ്ടും ബേസിക്കലി ഗൂഗിളിന്റെ അഡ്വാൻസ് സെർച്ച് ഫീച്ചർ ഉണ്ട്, ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെ ഇങ്ങനെ വരുന്നത്. അപ്പം ഓപ്പറേറ്റേഴ്സ് മൂന്ന് സാധനങ്ങളാണുള്ളത്: ആൻഡ്, ഓർ, നോട്ട്. അത് മൂന്നും വളരെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ആൻഡ് എന്ന് പറയുന്നത് ആ വേർഡ്സ് ഒക്കെ വേണം, ആ രണ്ട് വേർഡ്സും അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള വേർഡ്സ് വേണം എന്ന് പറയുന്നത്. ഓർ എന്നാണെങ്കിൽ അതിൽ നിന്നേലും ഒന്ന് മതി എന്നുള്ളതും. നോട്ട് ആണെങ്കിൽ ആ നോട്ട് കഴിഞ്ഞിട്ടുള്ള വേർഡ് അത് വേണ്ട എന്ന് പറയുന്നതും. പിന്നെ സെർച്ച് മോഡിഫയേഴ്സിൽ രണ്ട് സാധനങ്ങളുണ്ട്: ഇൻവേർട്ടഡ് കോമയും ഉണ്ട്, ബ്രാക്കറ്റ്സും ഉണ്ട്. ഇൻവേർട്ടഡ് കോമ എന്തിനാന്ന് പറഞ്ഞാൽ എക്സാക്ട് മാച്ചിന് വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് മൾട്ടിപ്പിൾ വേർഡ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, മൾട്ടിപ്പിൾ വേർഡ്സ് ഉള്ള കുറച്ച് കീവേഡ്സ് ആഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബ്സ് ഇൻ ബാംഗ്ലൂർ. ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ശരിക്കും പറഞ്ഞാൽ അതൊരു വേർഡാണ്. ജോബ്സ് വേറെ, ബാംഗ്ലൂർ വേറെ. അപ്പൊ ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത് ഒറ്റ വേർഡ് ആക്കിയിട്ട് ലിങ്ക്ഡിനോട് പറയാൻ വേണ്ടിയിട്ടാണ് എക്സാക്ട് മാച്ചിന്റെ ഈ കോമ ഉള്ളത്. അത് ഞാനിപ്പം അത് കോമ ഇട്ടിട്ടില്ല, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബ്സ് ഇൻ ബാംഗ്ലൂർ എന്ന് മാത്രം അടിക്കുകയാണെങ്കിൽ ഡിജിറ്റൽ ജോബ്സ് ബാംഗ്ലൂരും വരാം, മാർക്കറ്റിംഗ് ജോബ്സ് ബാംഗ്ലൂരും വരാം. അങ്ങനെ അപ്പൊ നടുക്ക് ഓപ്പറേറ്റേഴ്സ് കൊടുക്കണം, ലൈക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ജോബ്സ് ആൻഡ് ബാംഗ്ലൂർ എന്ന് കൊടുത്താലേ. പിന്നെ ഇത് യൂസ് ചെയ്യുന്നത്, ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നത് ഗ്രൂപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. എനിക്ക് മൾട്ടിപ്പിൾ ജോബ്സ് മൾട്ടിപ്പിൾ ലൊക്കേഷൻസിലൊക്കെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ റിയൽ ലൈഫ് എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഇപ്പൊ എനിക്കിപ്പോ റിയാദിൽ മാത്രമല്ല സെർച്ച് ചെയ്യേണ്ടത്, കോവാറിലും സെർച്ച് ചെയ്യണം, ദമാമിലും സെർച്ച് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഞാൻ കൊടുക്കുമ്പോൾ കുറച്ച് റിസൾട്ട് വരുന്നുണ്ട്. പക്ഷേ ഇത് അത്ര ആക്യുറേറ്റ് ആയിരിക്കില്ല, കാരണം എല്ലാ വേർഡ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ജമ്പിൾഡ് ആയിട്ടായിരിക്കും ഇത് സെർച്ച് ചെയ്യാൻ. അതിന് പകരം എനിക്ക് എന്താക്കാം, ലൊക്കേഷൻസ് മൊത്തം റിയാദ് ഓർ കോവാർ ഓർ ദമാം. പിന്നെ ഈ ഓപ്പറേറ്റേഴ്സ് ക്യാപിറ്റൽ ആയിരിക്കണം, അത് നിർബന്ധമാണ്. ഓപ്പറേറ്റേഴ്സ് ക്യാപിറ്റൽ ആണെങ്കിലാണ് വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ബാക്കിയുള്ള ഈ വേർഡ്സ് എല്ലാം ക്യാപിറ്റൽ ആണെങ്കിലും സ്മോൾ ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല, കേസ് സെൻസിറ്റീവ് ആണ്. അതിപ്പോ ആ പോസ്റ്റിൽ ഡി ക്യാപിറ്റൽ ആണ് എന്നുണ്ടെങ്കിലും ഈ ഞാനിപ്പോൾ സെർച്ച് ചെയ്താൽ ദമാം വരും. അപ്പം ബാക്കിയുള്ളത് പ്രശ്നമില്ല, ഓപ്പറേറ്റേഴ്സ് ക്യാപിറ്റൽ ആയിരിക്കണം. അപ്പം ഞാൻ ഇനി ബൂലിയൻ സെർച്ചിന്റെ വെച്ചിട്ട് ഇതാക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എനിക്ക് ഒറ്റ വേർഡായിട്ട് കാണേണ്ടതുകൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞാൻ ഇങ്ങനെ ഇതാക്കുന്നുണ്ട്, ബ്രാക്കറ്റ് ഇടുന്നുണ്ട്. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ജോബ്സ് എന്നല്ല, ഹയറിംഗ് അല്ല വേണ്ടേ, ഹയറിംഗ്
hiring or vacancy and അതും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇപ്പൊ ഏതെല്ലാം വരുന്നതെന്ന് പറഞ്ഞാല് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള സാധനം എന്തായാലും ഉണ്ടാവും. പിന്നെ നോക്കാൻ ഹയറിംഗ് എന്നുള്ള കീവേഡ് അല്ലെങ്കിൽ വേക്കൻസി എന്നുള്ള കീവേഡ്, ഇതിൽ നിന്ന് ഏതെങ്കിലും ഈ രണ്ടെണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എന്തായാലും ഉണ്ടാവും, കാരണം ഇത് ബ്രാക്കറ്റിൽ കൊടുത്തോണ്ട്. പിന്നെ വേറെ ആൻഡ് ഉള്ളത് ഇത് റിയാദ് കോബർ. ഈ മൂന്ന് വേർഡ്സിനും ഏതെങ്കിലും ഒന്ന് എന്തായാലും ഉണ്ടാവും. ഞാൻ ഇവിടെ ഇങ്ങനെ നോക്കാലോ, ഇതാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, റിയാദ് ഉണ്ട്, പിന്നെ ഹയറിംഗ് അല്ലേ, ഹയറിംഗ് ഉണ്ട്. അങ്ങനത്തെ പോസ്റ്റ് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. ഹയറിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കോബാർ, ഇങ്ങനെ സ്പെസിഫിക് ആക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്പറേറ്റേഴ്സിന്റെയും സെർച്ച് മോഡിഫയേഴ്സിന്റെയും ഫീച്ചർ നമുക്ക് ഉള്ളത് ബൂലിയൻ സെർച്ചിൻ്റെ. നമുക്ക് ഓരോ വേരിയേഷൻസിൽ കൊടുക്കാം. പിന്നെ നെഗറ്റീവ് ഇതും കൊടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പം എനിക്കങ്ങനെ നെഗറ്റീവായിട്ട് കൊടുക്കാനൊന്നും കാണുന്നില്ല. ഇങ്ങനെ എനിക്ക് വേണ്ടാത്ത ടൈപ്പ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ എനിക്ക് നെഗറ്റീവ് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഇന്റേൺഷിപ്പ് ഒക്കെ കുറെ വരുന്നുണ്ടെങ്കിൽ, ഞാൻ ബാംഗ്ലൂരിലും തപ്പുമ്പോൾ കുറെ ഇന്റേൺഷിപ്പ് ഇടക്കിടക്ക് വരും. ഇന്റേൺഷിപ്പ് എനിക്ക് വേണ്ട, നോട്ട് ഇന്റേൺ എന്ന് കൊടുക്കാം. വേണമെങ്കിൽ ഇപ്പം തന്നെ സെർച്ച് ചെയ്യാലോ. ഞാനിപ്പോൾ ഇത് റിയാദ് ഇത് കൊടുക്കുന്നതിന് പകരം ബാംഗ്ലൂര്, കൊച്ചി, അത് മാത്രം മതി. ബാംഗ്ലൂർ ഓർ കൊച്ചി. ഇതിലിപ്പം ഹയറിംഗ് എന്നുള്ള എനിക്ക് എൻട്രി ലെവൽ വേണ്ട, അത് എനിക്ക് നെഗറ്റീവിൽ കൊടുക്കാനുള്ളതാണ്. ഇതിലിപ്പം ഇവിടെ കുറെ കീവേഡ്സ് ഉണ്ട്, അതുകൊണ്ടാണ് അതെല്ലാം വരുന്നത്. ഇതിപ്പോ ഇതാ ബാംഗ്ലൂർ ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, പിന്നെ ഇത് ഹയറിംഗ് ഉണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇവിടെയാണുള്ളത്. ഇത് ഡിജിറ്റൽ മീഡിയ മാർക്കറ്റിംഗ് അല്ലേ. എനിക്ക് എൻട്രി ലെവൽ എന്നുള്ളത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നോട്ട് ഇന്റേൺഷിപ്പ് ഓർ എൻട്രി ലെവൽ 2 വേർഡ് ആയിട്ട് ഞാൻ ഇത് ഇതാക്കുന്നുണ്ട്. പിന്നെ ഇന്റേൺഷിപ്പ് നമുക്ക് ബ്രാക്കറ്റിലാണ് വേണ്ടത്. എൻ്റർ. ടു മച്ച്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ഹയറിംഗ് ഓർ വേക്കൻസി ആൻഡ് ബാംഗ്ലൂർ ഓർ കൊച്ചി. കേരളം കുറെ കൊടുത്ത് ചവറാക്കിയല്ലേ. കുറച്ചുകൂടി ബ്രോഡറായിട്ട് കൊടുത്തു. ഇവിടെ എല്ലാം കണ്ട ഇതിലിപ്പോ ഇതിൽ 257 എടുക്കണ്ടേ, പക്ഷെ കുറച്ച് റീച്ച് കുറഞ്ഞ സാധനമൊക്കെ ആകുമ്പോൾ നമുക്ക് ചാൻസസ് ഹയർ ആണ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് 1 മിനിറ്റ് മുമ്പ്. ഓക്കെ, അങ്ങനത്തെ നമുക്ക് തപ്പിപ്പിടിച്ചെടുക്കാം.